നമസ്കാരം, ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. 2024 നവംബർ 26 ചൊവ്വാഴ്ച തൃപ്രയാർ ഏകാദശി അഥവാ ഉത്പന്ന ഏകാദശിയാണ്. വൃശ്ചിക മാസത്തിൽ വരുന്ന ഏകാദശികൾ രണ്ടും വളരെയധികം പ്രധാനപ്പെട്ട രണ്ട് ഏകാദശികളാണ്. വൃശ്ചിക മാസത്തിൽ കറുത്ത പക്ഷത്തിൽ വരുന്ന ഏകാദശി തൃപ്രയാർ ഏകാദശിയും വെളുത്ത പക്ഷത്തിൽ വരുന്ന ഏകാദശി ഗുരുവായൂർ ഏകാദശിയുമാണ്. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവമാണ് തൃപ്രയാർ ഏകാദശി. തൃശൂർ ജില്ലയിലെ നാട്ടിക പഞ്ചായത്തിൽ തീവ്ര നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് തൃപ്രയാർ. ചതുർബാഹുവായ ശ്രീരാമചന്ദ്രനാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. മറ്റു ക്ഷേത്രങ്ങളിലെല്ലാം വെളുത്തപക്ഷ ഏകാദശിക്ക് പ്രാധാന്യമുള്ളപ്പോൾ ഇവിടെ തൃപ്രയാറപ്പൻ ശൈവ ചൈതന്യം നിറഞ്ഞ ദേവനായതുകൊണ്ടാണ് ഇവിടെ കറുത്ത പക്ഷ ഏകാദശിക്ക് പ്രാധാന്യം. ത്രിമൂർത്തി ചൈതന്യം നിറഞ്ഞ ദേവനാണ് തൃപ്രയാറപ്പൻ. ലക്ഷ്മി ദേവി ഭൂദേവി സമേതനായ തൃപ്രയാറപ്പനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ സകല ദുരിതങ്ങളും പാപങ്ങളും തീരുമെന്നാണ് വിശ്വാസം. തൃപ്രയാർ ഏകാദശി ദിനത്തിൽ ഭഗവാന്റെ നിർമാല്യ ദർശനം ശ്രേഷ്ഠവും പുണ്യദായകവുമാണ്. ഗുരുവായൂരിലെ ഏകാദശി ചടങ്ങുകൾ പോലെ തന്നെയാണ് തൃപ്രയാറിലും. ഏകാദശിയുടെ തലേന്ന് ദശമി ദിനത്തിൽ നടത്തപ്പെടുന്ന പ്രധാന ചടങ്ങാണ് ദശമി വിളക്ക്. അന്നേ ദിവസം മുഖ്യ പ്രതിഷ്ഠയായ ശ്രീരാമനു പകരം ആദ്യ പ്രതിഷ്ഠയായ ശാസ്താവിനെയാണ് എഴുന്നള്ളിക്കുന്നത്. എഴുന്നള്ളിപ്പ് ശാസ്താവിനാണെങ്കിലും വിളക്ക് തൃപ്രയാർ തേവർക്കാണ് സമർപ്പിക്കുന്നത്. തൃപ്രയാർ ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയില്ല. അവിടെ അതുപോലെ തന്നെയാണ് വിഷ്ണുമായ സ്വാമിയുടെയും ചൈതന്യമുണ്ട്. കഠിനമായ ശത്രുദോഷങ്ങൾ, ബാധ, ഉപദ്രവ ദോഷങ്ങൾ എന്നിവ മാറുന്നതിന് തൃപ്രയാറപ്പനെ ഭജിക്കുന്നത് ഉത്തമമാണ്. തൃപ്രയാറിൽ ഉത്സവത്തിന് കൊടിയേറ്റം ഇല്ല. ഏകാദശിയുടെ അന്ന് ശ്രീരാമ വിഗ്രഹം ആനപ്പുറത്തേറ്റി 21 ആനകളുടെ അകമ്പടിയോടെ ഘോഷയാത്രയായി കൊണ്ടുപോകുന്നു. തൃപ്രയാർ ഏകാദശിക്ക് 21 ദിവസം മുമ്പ് തന്നെ നിറമാല തുടങ്ങിയിട്ടുണ്ടാകും. ഏകാദശി വ്രതം ആദ്യമായി അനുഷ്ഠിക്കാൻ തുടങ്ങുന്നവർക്കും ഏകാദശി അനുഷ്ഠിച്ചുകൊണ്ട് തുടങ്ങാം. ഇതിനെ ഉൽപ്പന്ന ഏകാദശി എന്നും പറയുന്നു. ഇതാണ് വ്രതകഥ. ബ്രഹ്മദേവൻ സൃഷ്ടിച്ച അസുരനാണ് താലജങ്കൻ. അദ്ദേഹത്തിന്റെ മകൻ മുരൻ. ഇരുവരും ചന്ദ്രാവതിപുരിയിലായിരുന്നു താമസം. അവർ ഇന്ദ്രലോകം ആക്രമിക്കുകയും ദേവേന്ദ്ര സ്ഥാനം തട്ടിയെടുക്കുകയും ചെയ്തപ്പോൾ ദേവന്മാർ മഹാദേവനെ ശരണം പ്രാപിച്ചു. മഹാദേവനാവട്ടെ അവരെ വിഷ്ണുവിങ്കലേക്ക് അയച്ചു. ദേവന്മാർ വിഷ്ണുവിനോട് സങ്കടം ഉണർത്തിച്ചപ്പോൾ വിഷ്ണു ഭഗവാൻ തന്നെ മുരനുമായി ദ്വന്ദ്വയുദ്ധം ആരംഭിച്ചു. അങ്ങനെ 1000 സംവത്സരങ്ങൾ പിന്നിട്ടിട്ടും യുദ്ധം അവസാനിച്ചില്ല. ഭഗവാൻ വിശ്രമിക്കുന്നതിനു വേണ്ടി ഒരു ഗുഹയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെയും മുരനെത്തി. ഭഗവാനെ വധിക്കുന്നതിനായി മുരൻ പാഞ്ഞടുത്തപ്പോൾ ഭഗവാന്റെ ശരീരത്തിൽ നിന്നും സുന്ദരിയും അതീവ ശക്തിശാലിനിയുമായ ഒരു ദേവി ഉത്ഭവിച്ചു. അന്ന് ഏകാദശി ദിവസം ആയതുകൊണ്ട് ദേവിക്ക് ഏകാദശി ദേവി എന്ന് പേരിടുകയും ചെയ്തു. ദേവി മുരനെ നേരിട്ട് വധിക്കുകയും ചെയ്തു. വിഷ്ണുവിന് സന്തോഷമായി. എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സ്വന്തം പേരിൽ ഒരു വ്രതം ഉണ്ടാകണം എന്നും അത് എല്ലാ വ്രതങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായിരിക്കണം എന്നും അത് അനുഷ്ഠിക്കാത്തവർക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നും ദേവി ആവശ്യപ്പെട്ടു. വിഷ്ണു അത് സമ്മതിച്ചു. അങ്ങനെയാണ് ഏകാദശി വ്രതം ഉണ്ടായത്. വിഷ്ണുവിൽ നിന്നും ഉത്ഭവിച്ച ദേവി മുരനെ കൊന്നതുകൊണ്ടാണ് വിഷ്ണുവിന് മുരാരി എന്ന് പേരുണ്ടായത്. ഭഗവാനിൽ നിന്നും ഉൽപ്പന്നമായതിനാലാണ് ഉൽപ്പന്ന ഏകാദശി എന്ന് പേര് ലഭിച്ചത്. ഏകാദശി ദിനത്തിൽ ദേവിയെ പ്രാർത്ഥിക്കുന്നവർക്ക് സർവ ഐശ്വര്യങ്ങളും മോക്ഷവും നൽകി അനുഗ്രഹിക്കും. ദശമി ദിനത്തിലും ഏകാദശി ദിനത്തിലും ഒരിക്കലൂണ് ഏകാദശി വ്രതം പൂർണ്ണമായും എടുക്കാം. അതല്ലെങ്കിൽ പഴങ്ങളും പാലും കഴിച്ചുകൊണ്ടും തുളസിയിലയിട്ട വെള്ളം മാത്രം കുടിച്ചുകൊണ്ടും എടുക്കാം. എണ്ണ തേച്ചുകുളി, പകലുറക്കം എന്നിവ പാടില്ല. രാത്രിയിൽ കിടക്കുമ്പോൾ കിടക്ക ഒഴിവാക്കണം. പായയിലോ വിരിപ്പിലോ ആകാം ഉറക്കം. ഭക്ഷണത്തിൽ ഉഴുന്ന് ഒഴിവാക്കണം. പയറുവർഗ്ഗങ്ങളും ധാന്യങ്ങളും ഒഴിവാക്കണം.
ഇനി നാരദ മഹർഷിക്ക് മഹാദേവൻ വ്രതം എങ്ങനെയെല്ലാം എടുക്കാം, എന്താണ് വ്രതമാഹാത്മ്യം എന്നെല്ലാം പുരാണത്തിൽ വിവരിക്കുന്നുണ്ട്. മഹാദേവൻ 3 രീതിയിലാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് പറയുന്നത്. പൂർണ്ണമായ ഉപവാസം അല്ലെങ്കിൽ ഏകഭക്തം, അത് ഒരു നേരം ഭക്ഷണം കഴിക്കാം. മൂന്നാമത്തെ രീതി നഗ്നാശനം, അത് ദശമി തിഥിയിൽ രാത്രി നക്ഷത്രങ്ങൾ ഉദിച്ച സമയത്ത് ഭക്ഷണം കഴിക്കാം. ഗൃഹസ്ഥാശ്രമികൾക്ക് ആണ് ഇത് പറയുന്നത്, സന്യാസികൾക്ക് ഇത് ബാധകമല്ല. 3 ദിവസങ്ങളിലായാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത്. ദശമി, ഏകാദശി, ദ്വാദശി എന്നിവയാണ്. ദ്വാദശിയിൽ ഉപവാസം അനുഷ്ഠിക്കേണ്ടതും അത്യാവശ്യമാണ്. ഏകാദശി രാത്രിയിൽ ഉറക്കമൊളിച്ചുകൊണ്ടും ഭഗവത് നാമങ്ങൾ ജപിച്ചിരുന്നാൽ, യാമപൂജകൾ ചെയ്ത് ഭഗവാനെ ഭജിച്ചാൽ ഏകാദശി വ്രതത്തിൻ്റെ പൂർണ്ണഫലം ലഭിക്കും എന്നാണ്. രാത്രിയിൽ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നതിന് 4 ഇരട്ടിയാണ് ഫലം എന്നാണ്. ഒരു യാമം അതുപോലെ പൂർത്തീകരിക്കാൻ സാധിച്ചാൽ കോടി ഫലം ലഭിക്കും എന്നും, 4 യാമവും അതുപോലെ പൂർത്തിയാക്കാൻ സാധിച്ചാൽ അസംഖ്യമാണ് ഫലം. ഓരോ യാമത്തിലും ഭഗവാനെ പ്രദക്ഷിണം വെച്ച് നേദ്യങ്ങൾ സമർപ്പിച്ച് കർപ്പൂരാരതി എടുത്ത് ജാഗരണം നടത്തേണ്ടതാണ്. ഇങ്ങനെ ഏകാദശി ജാഗരണം വ്രതം അനുഷ്ഠിച്ചാൽ ഏകാദശി വ്രതം എടുക്കുമ്പോൾ കിട്ടുന്ന 26 ഗുണങ്ങളും നമ്മളിലേക്ക് എത്തുകയും പുനർജന്മം ഇല്ലാത്ത വിധം പരമാത്മാവിൽ ലയിക്കാനും സാധിക്കും എന്നാണ് ഫലമായി മഹാദേവൻ പറയുന്നത്. ഒരു യാമം ഇങ്ങനെ ഉറക്കമൊളിച്ച് ഭഗവാനെ ഭജിച്ച് പൂജിച്ച് പ്രാർത്ഥിച്ചാൽ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ ലഭിക്കും എന്നാണ്. ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ പുനർജന്മം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. അശ്വമേധ യജ്ഞത്തിൻ്റെ 100 മടങ്ങ് പുണ്യമാണ് ഏകാദശി വ്രതത്തിനുള്ളത്. ബ്രാഹ്മണർക്കും സന്യാസി വര്യന്മാർക്കും നമ്മുടെ വീട്ടിൽ അന്നം കൊടുക്കുന്ന പുണ്യം ഒരു ഏകാദശി വ്രതം നോറ്റാൽ ലഭിക്കും എന്നും, വേദപരാംഗതരായ ബ്രാഹ്മണർക്ക് 1000 പശുക്കളെ ദാനം ചെയ്ത പുണ്യം ഒരു ഏകാദശി വ്രതം നിഷ്ഠയോടെ പാലിക്കുന്നവർക്ക് ലഭിക്കും എന്നും പറയുന്നു. ഏകാദശി വ്രത മാഹാത്മ്യം കേട്ടാൽ തന്നെ ബ്രഹ്മഹത്യാദി പാപങ്ങൾ നശിക്കും എന്നാണ് പറയുന്നത്. ഏകാദശി ദിനത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഹരിവാസര സമയം. ഈ സമയത്ത് ഭക്ഷണമോ വെള്ളമോ കഴിക്കാതെയും കുടിക്കാതെയും ഇരിക്കണം. ഹരിവാസര സമയത്ത് ഭഗവാനെ ഭജിക്കുന്നതിനായി പ്രയോജനപ്പെടുത്തുന്നത് വഴി വളരെയധികം പുണ്യഫലങ്ങളാണ് ഭഗവാൻ അവർക്കായി നൽകുന്നത്. ഈ സമയത്ത് ഭൂമിയിൽ ലക്ഷ്മി ദേവിയുടെയും വിഷ്ണു ഭഗവാന്റെയും സാന്നിധ്യം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതുകൊണ്ടുതന്നെ ഈ സമയം ഭഗവത് കീർത്തനങ്ങളാലും ഭഗവത് കഥകളാലും നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടും ഈ സമയം ചെലവഴിക്കാം. 2024 നവംബർ 26 ചൊവ്വാഴ്ചയാണ് ഏകാദശി തിഥി ആരംഭിക്കുന്നത്. 26-ാം തീയതി 1:02 AM മുതൽ 27/11/2024 3:48 AM വരെയാണ് ഏകാദശി തിഥിയുള്ളത്. ഹരിവാസര ടൈം ആരംഭിക്കുന്നത് 26/11/2024 10:27 PM മുതൽ 27/11/2024 10:27 AM വരെയാണ്. പാരണ വീടേണ്ട സമയം 27/11/2024 1:21 PM മുതൽ 3:39 PM വരെയാണ്. അത് ഉച്ചതിരിഞ്ഞാണ് ഏകാദശി വ്രതം അവസാനിപ്പിക്കുന്ന സമയം ഈ പ്രാവശ്യം വരുന്നത്. ദ്വാദശി നാളിലും ഒരിക്കൽ ഉണ്ണുന്നതാണ് ഉത്തമം. അന്നും വ്രതനിഷ്ഠയോടുകൂടി തന്നെ, അതായത് വ്രതം വീടിയാലും അന്നേ ദിവസം മത്സ്യമാംസാദികളൊന്നും കഴിക്കാതെ അന്ന് മുഴുവനായും വെജിറ്റേറിയൻ ആയിരിക്കുന്നതാണ് ഉത്തമം. ദശമി വിളക്ക് നവംബർ 25-നും ഏകാദശി വിളക്ക് നവംബർ 26-നുമാണ് തൃപ്രയാറിൽ നടത്തുന്നത്. ഏകാദശി ദിവസങ്ങളിൽ രാമാഷ്ടകം, ശ്രീരാമഭുജംഗം, ശ്രീരാമ സഹസ്രനാമം എന്നിങ്ങനെയുള്ള ശ്രീരാമ സ്തോത്രങ്ങൾ ധാരാളമായി ജപിക്കുന്നതും ഉത്തമമാണ്. ക്ഷേത്രത്തിൽ പോയി തൊഴാൻ സാധിക്കുന്നവർക്കെല്ലാം ക്ഷേത്രത്തിൽ പോയി തൊഴുന്നത് വളരെയധികം ഉത്തമമാണ്. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും അവർക്ക് മേലുണ്ടാകും.
ഓരോരുത്തർക്കും നല്ല രീതിയിൽ തന്നെ ഏകാദശി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും തൃപ്രയാർ ഏകാദശി അഥവാ ഉൽപ്പന്ന ഏകാദശി ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.